അപ്പം ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹീറോ എക്സ്പൾസിൻ്റെ ഫസ്റ്റ് സർവീസിന് ടൈമായി. ലാസ്റ്റ് ചിക്മംഗ്ലൂർ പോയപ്പോൾ ഏകദേശം 700 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ 550 to 750 ഇൻ ബിറ്റ്വീനാണ് സർവീസ് ചെയ്യേണ്ടത്, സർവീസ് പീരീഡ്, അല്ലെങ്കിൽ 2 months. സോ ഫസ്റ്റ് സർവീസ് ടൈമായി. ഇപ്പോൾ ഈ അടുത്ത് ഒരു ആർടി കൃഷ്ണ ഹീറോ ഷോറൂമിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ്. അവിടെ എനിക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോ അവർ അലോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചിക്മംഗ്ലൂർ പോയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി പോയപ്പം നല്ല കുറച്ച് ഓഫ് റോഡൊക്കെ പോയായിരുന്നു. വണ്ടി നല്ല അഴുക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് സർവീസ് കൊടുക്കുന്നതിന് മുമ്പേ ഒന്ന് ഓഫ് റോഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് പോയതാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ. ഇപ്പോൾ നോർമലി നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഫസ്റ്റ് സർവീസ് തന്നെ അവരോട് പറയണം. അപ്പോൾ അതിനാണ് കുറച്ചും കൂടി അവർക്ക് എന്താ പറയുക റെസ്പോൺസിബിൾ ഉണ്ടാവുക. ഈ ഫ്രീ ആയിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റിത്തരാനോ വല്ല പാർട്സ് വല്ല ഡാമേജ് ആണെങ്കിൽ അത് മാറ്റിത്തരാനോ ഒക്കെ. നമ്മൾ കഴിഞ്ഞ ഡാമേജ് ആയതല്ല, കമ്പനി ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്ത് തരും. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് സർവീസ് തന്നെ എല്ലാ കംപ്ലയിൻറ്റും പറയണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് സർവീസ് തന്നെ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് റോഡോ ഓൺ റോഡൊക്കെ ചെയ്യുക, സസ്പെൻഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, പിന്നെ വേറെ എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യുക, പിന്നെ സ്വിച്ചുകൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അത് ചെക്ക് ചെയ്യുക. സോ അതൊക്കെ ചെക്ക് ചെയ്ത് ഫസ്റ്റ് സർവീസ് തന്നെ അവരോട് പറഞ്ഞാൽ കുറച്ചും കൂടി റെസ്പോൺസിബിളായി അവർ വർക്ക് ചെയ്യുന്നതായിരിക്കും, ഫസ്റ്റ് സർവീസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ സർവീസ് സെൻറ്ററിലേക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ് ആർടി കൃഷ്ണ സർവീസ് സെൻ്ററാണ്. ഞാൻ ലാസ്റ്റ് ഒരു എക്സ്പൾസിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി അവിടെ പോയായിരുന്നു. അപ്പോൾ അവിടെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു, എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. സോ അവൻ്റെ ത്രൂ ആണ് ഈ പ്രാവശ്യം പോകുന്നത്. സോ അവർ വീഡിയോ അലോ ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സർവീസിൽ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. ഓയിൽ ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓയിൽ ചേഞ്ച് ഉണ്ടോ, പിന്നെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്, ഇതൊക്കെ റെഗുലറായിട്ട് കണ്ടിന്യൂ യൂട്യൂബിൽ. പക്ഷേ ഇവർ ഫസ്റ്റ് സർവീസിൽ എക്സ്പൾസിന് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള വിശേഷം നമ്മൾ അവിടെ പോയി ഷോറൂമിൽ പോയിട്ട് നോക്കാം. സർവീസിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ലവണ്ണം വാട്ടർ വാഷ് ചെയ്യും. നല്ല ആ ഒരു അഴുക്കും ചളിയൊക്കെ നല്ല വൃത്തിക്ക് വാട്ടർ വാഷ് ചെയ്തെടുക്കും. പിന്നെ വാട്ടർ വാഷ് ചെയ്യുമ്പം ഗാർഡിൽ സ്റ്റിക്കറിങ് പുറത്തേക്ക് തള്ളി വരുന്ന പോലെ. സോ അതൊക്കെ ഒരു ക്വാളിറ്റീൻ്റെ പ്രശ്നമാണ് ഹീറോൻ്റെ സ്റ്റിക്കറിങ്ങിൻ്റെ. സോ വാട്ടർ വാഷ് ചെയ്തതിന് ശേഷം നേരെ നല്ലോണം ഷാമ്പു ഇടും. ഷാമ്പൂലൊക്കെ അവർ സാധാ നമ്മൾ ഹെയർ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല ഒരു ഹീറോൻ്റെ ഒരു വാഷിങ്ങിനൊന്നും. സോ അതിനുശേഷം ഷാമ്പൂ ഒക്കെ ഇട്ട് വൃത്തിയായതിനു ശേഷം പിന്നെ ഒന്നുകൂടി വാട്ടർ വാഷ് ചെയ്യും. അത്രയേ ഉള്ളൂ വാട്ടർ വാഷ്. പിന്നെ അതിനുശേഷം നേരെ പുറത്തേക്ക് എടുത്ത് ഡ്രൈ ആക്കാൻ പോകും. സോ ഈ പയ്യൻ വണ്ടി കയറിയിരുന്നവന് ഹൈറ്റ് പറ്റുന്നില്ല വണ്ടീൻ്റെ. അതാണ് എക്സ്പൾസിന് റാലി എഡിഷൻ ആയിട്ട് ഹൈറ്റ് അത്ര സ്യൂട്ടാവുന്നില്ല അവന്. അപ്പോൾ അവൻ ഇറങ്ങിയിട്ട് വേറൊരു പയ്യനാണ് വണ്ടി എടുത്ത് പോകുന്നത്. അവൻ അത്യാവശ്യം ടോളായതുകൊണ്ട് അവന് പറ്റുന്നുണ്ടായിരുന്നു. നേരെ പുറത്തേക്ക് എടുത്തു. പിന്നെ അവർ ചെയ്യുന്നത് ഒരു എയർ സ്പ്രേ കൊണ്ട് മൊത്തത്തിലൊന്ന് ഡ്രൈ ആക്കും. ആ ഒരു വെള്ളമൊക്കെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബേസിക് എയർ സ്പ്രേ. അതും കൂടി കഴിഞ്ഞ് നേരെ വണ്ടി പുറത്ത് വെയിലത്ത് കൊണ്ട് വെക്കും. സോ ആക്ച്വലി നമ്മൾ ബേസിക്കലി ഇത് തെറ്റാണ് ചെയ്യുന്നത്. കാരണം വണ്ടി കഴുകി നേരെ വെയിലത്ത് ഉണക്കാൻ വെച്ചാൽ ആ ഒരു വാട്ടർ സ്പോട്ട് അങ്ങനെ തന്നെ വണ്ടീൻ്റെ മേലെ ഉണ്ടാകും. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഹീറോ സർവീസ് സെൻറ്റർ ഇങ്ങനത്തെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നേരെ അകത്ത് കൊണ്ടുപോയി ഇപ്പം സർവീസ് തുടങ്ങി. എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് ഏകദേശം പരിചയമുള്ള ആളാണ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ത്രൂ കിട്ടിയതാണ് ഇവന് ഈ ഒരു കോൺടാക്റ്റും പിന്നെ വീഡിയോ എടുക്കാനുള്ള പെർമിഷനും. ഫസ്റ്റ് തന്നെ അവർ സീറ്റൊക്കെ അയച്ചു, സൈഡ് കവറൊക്കെ അയച്ചു. നേരെ ഒരു ക്ലീൻ ചെയ്തു, ബേസിക് എയർ, പിന്നെ എയർ പ്രഷർ കൊണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഡസ്റ്റൊക്കെ കളഞ്ഞു. അപ്പോൾ ഫസ്റ്റ് അവർ താഴത്തെ ഒരു എൻജിൻ ഗാർഡ് അഴിക്കുന്നുണ്ട്. എൻജിൻ ഗാർഡ് അഴിച്ചിട്ട് ഓയിലിലെ ബോൾട്ട് അഴിക്കും, ഓയിൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സർവീസിലപ്പോൾ ഓയിൽ മാറ്റുന്നുണ്ട്. ಹೌದಾ, ಈ ಗಾಡಿಯಲ್ಲಿಯಾ? ಮತ್ತೇನು ತೊಗೊಂಡಿದೆ ದುಡ್ಡು ಕೊಟ್ಟು?
സോ നല്ലൊരു എൻജിൻ ഗാർഡാണ് ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നത് വണ്ടീൻ്റെ കൂടെ വരുന്നത്. നല്ല അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു എൻജിൻ ഗാർഡാണ്. സോ അപ്പം ഫസ്റ്റ് സർവീസ് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 100% സിന്തറ്റിക് ഓയിലാണ് ഇപ്പം ഹീറോയിൽ വരുന്നത്. സോ ഇത് ആക്ച്വലി മാഗ്നറ്റ് ആണ്. ഒരു ബോൾട്ടിലുള്ളത് മാഗ്നറ്റ് ആണ്. അപ്പം എന്തെങ്കിലും മെറ്റൽ പാർട്സ് ഉണ്ടെങ്കിൽ അവിടെ പോയി തങ്ങി നിൽക്കും. ഞാൻ ആക്ച്വലി സർവീസ് മാനുവലിൽ കണ്ടത് ഓയിൽ സ്ട്രെയിനർ, എൻജിൻ്റെ ഉള്ളിൽ ഓയിൽ സ്ട്രെയിനർ ഉണ്ട്, അതും റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യണമെന്ന്. പക്ഷെ അത് ഈ ഹീറോ സർവീസ് സെൻ്റർ ചെയ്യുന്നില്ല. സോ ഇതൊക്കെ ഹീറോ സർവീസിലെ പോരായ്മകളാണ്. പിന്നെ ചെയ്യുന്നത് ഗിയർ ലീവർ അഴിച്ചെടുക്കുകയാണ് അടുത്തത്. ഗിയർ ലിവർ അഴിച്ചെടുത്താലേ ബാക്കിയുള്ള പാർട്സൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. സ്പ്രോക്കറ്റ് കവറും കാര്യങ്ങളൊക്കെ. ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അവൻ കുറച്ചും കൂടി വൃത്തിക്കാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാ വണ്ടി ഇതുപോലെ ചെയ്യണമെന്നില്ല. സോ ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ ഒരു ക്യാപ്പ്. സോ ഈ ഒരു കവർ അയച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് എയർ ഫിൽറ്റർ ഉണ്ടാവുക. അത് പുറത്തേക്ക് എടുത്തിട്ട് എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. അതുക്കുള്ളൊക്കെ തുണി വെച്ച് നല്ലോണം തുടക്കുന്നുണ്ട്. പക്ഷേ അറിയില്ല, സംടൈം അവർ ചെയ്യുമായിരിക്കും ബാക്കിയുള്ള വണ്ടികൾക്കും. നമുക്ക് അറിയുന്നൊരു ടെക്നീഷ്യൻ സർവീസ് സെൻ്റർ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞ് ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ നോർമൽ അവർ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന പോലെ ആയിരിക്കും സർവീസ് ചെയ്യുന്നുണ്ടാകുക. ജസ്റ്റ് ഒന്ന് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത്, എയർ വെച്ചിട്ട്. സോ വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് എയർ ഫിൽറ്റർ. ഒരു സർവീസ് മാനുവൽ അങ്ങനെ തന്നെയാണ് ഉള്ളത്. രണ്ട് ഭാഗത്തും എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ആ ഒരു ഡയറക്ഷൻ കറക്റ്റായിരിക്കണം എയർ ഫിൽറ്റർ പിന്നെ റിട്ടേൺ ഇടുമ്പോൾ. സോ ആ ഒരു ക്ലോസ്ഡ് ഭാഗം അകത്തേക്കും ഓപ്പൺ സൈഡ് ലെഫ്റ്റ് സൈഡിലേക്കും പുറത്തേക്കാണ് വേണ്ടത്. സോ ഈ എയർ ഫിൽറ്റർ ഇട്ടതിന് ശേഷം ഈ കവർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സ്ക്രൂ നല്ല ടൈറ്റ് ആയിരിക്കണം. സോ ഈക്വലായിട്ട് വേണം എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈവൻ ആയിട്ട്. സോ ആ ഒരു എൻജിൻ്റെ ഓയിൽ സ്ട്രെയിനർ ബോൾട്ട് തിരിച്ച് ഫിറ്റ് ചെയ്തു. എൻജിൻ ഗാർഡൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട്, പെട്രോൾ വാഷ് ചെയ്യുന്നുണ്ട് എൻജിൻ ഗാർഡൊക്കെ. ശരിക്കും ഇതിനൊക്കെ അവർക്ക് പ്രത്യേകം ടൂൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. വെറും കൈ കൊണ്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. പ്രത്യേകം നല്ലൊരു ടൂള് ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ബ്രഷോ ഒരു സ്പ്രേയറോ. സോ പെട്രോൾ വാഷ് ചെയ്യുമ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതിനുശേഷം അവർ ചെയ്യുന്നത് ചെയിൻ ടൈറ്റനിങ് ആണ്. ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ ഒരു ചെയിൻ്റെ ലൂസ്നെസ് ബാലൻസിങ്ങും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. സോ ചെയിൻ സ്ലാക്ക് അവർ ജസ്റ്റ് വീല് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ. ಎಷ್ಟು ಟೈಟ್ ಇರಬೇಕು ಚೈನು? 35
ഇത് ടൈറ്റ് സോ ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ഈവൻ ആണോ ചെക്ക് ചെയ്യണം. ഹോൾ ಮಾಡಿರಬೇಕಾ? സോ രണ്ടാൾ കൂടിയിട്ടാണ് ആ ഒരു ടൈറ്റ് ചെയ്യുന്നത്, ആ ഒരു ബോൾട്ട് വീൽ ഫിറ്റ് ചെയ്ത ബോൾട്ട് നെട്ടും ബോൾട്ടും. സോ അത് എനിക്ക് തോന്നുമ്പോൾ ഓവർ ടൈറ്റാണ് ചെയ്യുന്നത് അവർ. എത്രയും ടൈറ്റിൻ്റെ ആവശ്യമില്ല. എന്തോ 6 kg ആണ് അതിൻ്റെ ടോർക്ക് വെച്ച് നമ്മൾ ചെയ്യേണ്ട. ആ ടോർക്ക് റേഞ്ചൊന്നും അവരുടെ അടുത്തില്ല, ഹീറോ സർവീസ് സെൻ്ററിലില്ല. സോ മാനുവലായിട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ഊഹത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്ര അവർ ചെയ്ത് ഓവർ ടൈറ്റാണ് എൻ്റെ അഭിപ്രായ പ്രകാരം. സോ ഹീറോ എക്സോട്ടിക് ഓയിലാണ്, ഹീറോ എക്സോട്ടിക് പ്ലസ് ഓയിലാണ്, എൻജിൻ ഓയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഹീറോ സജസ്റ്റ് ചെയ്യുന്ന ഓയിൽ 100% സിന്തറ്റിക് ഓയിലാണ്. പിന്നെ എന്തോ 6000 കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാൻ പറ്റും തോന്നും ഈ ഓയിൽ വെച്ചിട്ട്. എവരി 1000 കിലോമീറ്ററോ അല്ലെ 3000 കിലോമീറ്റർ വൺസ് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. സോ അടുത്തത് ചെയിൻ ക്ലീനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പെട്രോൾ വെച്ചിട്ട്, പെട്രോൾ ഓയിൽ മിക്സ് ആണ് അത്. ആ ഒരു കുപ്പിയുള്ള ഒരു ലിക്വിഡ് ഓയിലും പെട്രോളും മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. സോ അതൊക്കെ വെച്ച് നല്ല ക്ലീൻ ആക്കുന്നതാണ് കാണുന്നത് നിങ്ങൾ. ക്ലീൻ ആക്കി എടുക്കുന്നതാണ് ചെയിന്. അതിനുശേഷം എയർ സ്പ്രേ വെച്ചിട്ട് ആ ഒരു പഴയ ഓയിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പഴയ ഓയിലും പിന്നെ ആ ഒരു ഡേർട്ടൊക്കെ പുറത്തേക്ക് സ്പ്രേ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒരു വീൽ റൊട്ടേറ്റ് ചെയ്തിട്ട് തുണി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യുന്നു എക്സസ് ഓയിലും പിന്നെ ആ ഒരു പെട്രോളൊക്കെ. ഞാൻ പിന്നെയും പറയാം, ഞാൻ വീഡിയോ എടുക്കുന്ന കാരണമാണോ ഇവർ ഇത്ര വൃത്തിക്ക് ചെയ്യുന്നത് അറിയില്ല. എല്ലാ വണ്ടിക്കും ഇങ്ങനെ ചെയ്യുന്ന ഡൗട്ടാണ് എനിക്ക്. പിന്നെ അതിനുശേഷം ചെയ്യുന്ന ബാറ്ററി ജെല്ല് ജസ്റ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനും പിന്നെ എയറോ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ കുറക്കാൻ വേണ്ടിയിട്ടാണ്. എയറോ ആയിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. താഴെ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റിൽ കുറച്ച് ഗ്രീസൊക്കെ ഇടുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ റെസ്റ്റ് ചെയ്യാണ്ടിരിക്കാനും പിന്നെ പെട്ടെന്ന് സ്പ്രോക്കറ്റ് അഴിക്കുമ്പോൾ പെട്ടെന്ന് ബോൾട്ട് അഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. പിന്നെ ഹീറോൻ്റെ തന്നെ ഒരു ചെയിൻ സ്പ്രേയർ വെച്ചിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. എൻ്റെ അടുത്തും ഇത് തന്നെയാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് നോർമൽ എൻജിൻ ഓയിൽ വെച്ചിട്ടാണ് ചെയിൻ ലൂബ് ചെയ്യുന്നത്. കമ്പയർ ടു ചെയിൻ ലൂബ് സ്പ്രേ എൻജിൻ ഓയിൽ ചീപ്പാണ് കുറച്ചും കൂടി. സോ നമ്മൾ ചെയിനൊക്കെ ടൈറ്റ് ചെയ്തു, ലൂബ്രിക്കേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇത് ഫിക്സ് ചെയ്യാണ്, കവറൊക്കെ ഫിക്സ് ചെയ്യാണ്. ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ചെയിൻ ഓവറായിട്ട് ടൈറ്റാക്കാൻ പാടില്ല ഈ വണ്ടിയിൽ. കാരണം നല്ല ഒരു മോഷൻ, അല്ലെങ്കിൽ സസ്പെൻഷൻ നല്ല മോഷൻ അല്ലെങ്കിൽ നല്ല ഹൈറ്റുള്ള സസ്പെൻഷൻ കാരണം ചെയിൻ ഓവറായി ടൈറ്റ് ചെയ്താൽ അതിന് വേറൊരാൾ ബാക്കിൽ നിൽക്കുമ്പം അതൊരു ലെവലിൽ വരുമ്പം ഒരു വീലും ആ സ്പ്രോക്കറ്റ് ലെവലായി വരുമ്പം നല്ലൊരു ഭയങ്കര ഒരു പ്രഷർ ഓവറായിട്ടുണ്ടാവും. അതായത് ഫ്രണ്ട് സ്പ്രോക്കറ്റിലും പിന്നെ ആ ഒരു ഷാഫ്റ്റിനും. സോ അതൊരു ഓവർ പ്രഷറാണ് ഷാഫ്റ്റിന് കൊടുക്കുന്നത്. കാരണം അത് കാരണം ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അത് ചെയ്യാൻ പാടില്ല. സോ അവർ ചെയ്തത് ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടി ലൂസാക്കി അഡ്ജസ്റ്റ് ചെയ്യും, വേറെ വഴിയില്ലല്ലോ. സോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സ്വിച്ച് എൻ്റെ പവർ സ്വിച്ചിന് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. ചില സമയത്ത് വർക്കാവും, ചില സമയത്ത് വർക്കാവില്ല, അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. സോ അതും കൂടിയാണ് ചെക്ക് ചെയ്യുന്നവൻ. സോ എൻ്റെ വാറണ്ടിയിൽ അതങ്ങ് മാറ്റി കിട്ടി. എനിക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെയാണ് പഴയ എക്സ്പ്രസിലൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് പറയുന്നതായിട്ട്.
പിന്നെ അവൻ ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. സോ വണ്ടീൻ്റെ സർവീസ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പ്രൊസീജിയറാണ് ഈ പോളിഷിങ്. അത് നമ്മൾ എക്സ്ട്രാ ഒരു 50 rupees കൊടുത്ത് വേണം പോളിഷിങ് ചെയ്യിക്കാൻ. അതോട് നമ്മളോട് ചോദിച്ചിട്ടേ അവർ ചെയ്യും, അല്ലെങ്കിൽ പോളിഷ് ഇല്ലാതെ ചെയ്തു തരും വണ്ടി. സോ വണ്ടീൻ്റെ പോളിഷൊക്കെ കഴിഞ്ഞു, നമ്മളെ കൈ കിട്ടി വണ്ടി. സോ ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഫസ്റ്റ് സർവീസിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ്. മോശം പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല സർവീസാണ് ചെയ്തത് വണ്ടിക്ക് ഫസ്റ്റ് സർവീസ്. സോ ഓയിലൊക്കെ എൻജിൻ ഓയിലൊക്കെ മാറ്റിയത് കൊണ്ട് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ ഗിയർ ട്രാൻസ്മിഷനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് സർവീസ് ശേഷമുള്ള വണ്ടി ഓടിക്കുമ്പോൾ. നല്ലൊരു മാറ്റമുണ്ട് ഫ്രഷ് ആയിട്ട് വാങ്ങുന്നതിന് ശേഷം പിന്നെ ഫസ്റ്റ് സർവീസ് ശേഷമുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. സോ എന്നെ പോലെ തന്നെ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ ഏതെങ്കിലും വണ്ടി ഇങ്ങനെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് റൈഡ് ക്വാളിറ്റിയും ആ ഒരു എക്സ്പീരിയൻസും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇതാണ് ഇപ്രാവശ്യത്തെ ബില്ല് എനിക്കായത്. അവർ ചാർജ് ചെയ്തത് 1524. പിന്നെ അതിൽ വാഷും പോളിഷും പിന്നെ ഡ്രൈവ് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബ്രിക്കേഷൻ, അപ്പോൾ അതൊക്കെയാണ് ചാർജ് എടുത്തിട്ടുള്ളത്. ബാക്കി സർവീസൊക്കെ ഫ്രീ ആണ്. ഓയിൽ ചാർജ് എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ്. ഓയിൽ ഏകദേശം 1300 rupees ഓയിൽ പ്രൈസ് ഉണ്ട്, 1300 രൂപ. അപ്പം ഇത്രയൊക്കെയാണ് ഇപ്രാവശ്യത്തെ സർവീസിൻ്റെ വിശേഷങ്ങൾ. അപ്പം വേറെ നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ബൈ.